ചില ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഓല കണ്ണിന്ന് അങ്ങനെ വള്ളം വരുന്നുണ്ടാവും അല്ലേ? എന്താണ് അതിൻ്റെ കാരണം എന്ന് നിങ്ങൾക്കറിയും? എന്നാ പഠിച്ചോളി. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ, കണ്ണിൻ്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ. അതെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, അതൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ നെറ്റിത്തടം വയർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ആ മനുഷ്യനൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ ഹൃദയം, മനസ്സ് അള്ളാഹ്ക്ക് കൊടുത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. കുറെ നിസ്കാരമല്ല അള്ളാഹുവിന് കൊടുക്കേണ്ടത്, മനസ്സാ കൊടുക്കേണ്ടത്. മനസ്സ് കൊടുക്കാതെ നിസ്കാരം കൊടുത്തോലോടാണ് അള്ളാഹു പറഞ്ഞത്, വൈലുല്ലിൽ മുസല്ലി, നിസ്കാരക്കാർക്കാണ് നരകം. മനസ്സാ കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാള് നല്ല ഒരു അത്തറ് തരാണെന്ന് കരുതിക്കോളിങ്ങള്, എന്താ രസല്ലേ അതിൻ്റെ കേസൊക്കെ കാണാൻ, വളരെ ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ തുറന്നു നോക്കുകയാണെങ്കിൽ എന്താ ഇപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും. അപ്പോൾ വേറൊരാൾ നിങ്ങൾക്ക് നല്ലൊരു അത്തറ് തന്നു. അപ്പം നിങ്ങളത് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണല്ലേ നല്ല മനോഹരമായ അത്തറ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടാവും. ഇതാണ് മനസ്സിൽ അള്ളാഹു ഉണ്ടായിട്ട് നിസ്കരിക്കുന്നവൻ്റെയും മനസ്സിൽ അള്ളാഹു ഇല്ലാതെ നിസ്കരിക്കുന്നവൻ്റെയും അടയാളം. മനസ്സിൽ അള്ളാഹു വേണം, എന്നിട്ട് നമ്മൾ നിസ്കരിക്കണം. അപ്പോഴല്ലേ അള്ളാഹു അത് സ്വീകരിക്കോളും. ഇത് കുറെ അള്ളാഹു മനസ്സിലില്ലാതെ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? അത്തറിൻ്റെ കൈസ് കാണിച്ചു തന്നതുപോലെ കൈസ് മാത്രം പോരാ, അതിൻ്റെ ഉള്ളിൽ സാധനം വേണം. അപ്പോഴേ ഉപഭോക്താവ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുള്ളൂ.